വളപട്ടണം കവർച്ചയ്ക്ക് പിന്നിലെ വീടിനെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന ആളുടെ സഹായം ലഭിച്ചതായി സംശയം ആ റിപ്പോർട്ടിലേക്ക്. അതിൻ്റെ വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സന്തോഷ്, ഇത്രയധികം രൂപയും സ്വർണവും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നത് സ്വാഭാവികമായും അറിയുന്ന ആരോ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത് എവിടെയാണ്? ാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചെയ്യുന്നത്. അതിൽ വളരെ നിർണായകമായേക്കാവുന്ന വിരലടയാളങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ പോലീസ് എത്തിയിരിക്കുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് ഈ അഷ്റഫിൻ്റെ വീടിനെ കുറിച്ച് വ്യക്തമായ അറിയുന്ന ധാരണയുള്ള ആളുടെ സഹായം ഈ മോഷണത്തിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. കഴിഞ്ഞ ദിവസം അഷ്റഫിൻ്റെ സ്ഥാപനത്തിലെയും വീട്ടിലെയും ജോലിക്കാരെയും അതോടൊപ്പം തന്നെ ബന്ധുക്കളിൽ നിന്നുമെല്ലാം തന്നെ അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. 2 പേരാണ് ഈ മോഷണത്തിനായി വീടിനുള്ളിൽ പ്രവേശിപ്പിച്ചത് എന്നുള്ളതിൻ്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ മോഷ്ടാക്കൾ 2 തവണ, ഒന്ന് മോഷണം നടന്ന 20-ാം തീയതിയും അതിന് തൊട്ടടുത്ത ദിവസവും ഈ മോഷ്ടാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഈ ഒരു അവിടെ നിന്നും ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ മതിൽ ചാടിക്കടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ദൃശ്യങ്ങൾ ഒട്ടും വ്യക്തമല്ല. അതിൽ നിന്നും ആളുകളെ തിരിച്ചറിയാൻ കഴിയാത്ത നിലയാണുള്ളത്. സമീപ പ്രദേശങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളെല്ലാം തന്നെയും പോലീസ് ശേഖരിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും ഈ വ്യക്തമായ ചിത്രങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതേസമയം തന്നെ ഈ ഒരു വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ ടവറിന് താഴെയുള്ള പ്രദേശവാസികളല്ലാതെ കഴിഞ്ഞ ഈ മോഷണം നടന്നതുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ ഒരാഴ്ചയായി അവിടെ ഉണ്ടായിരുന്ന പുറമേ നിന്നുള്ളവരുടെ ഫോൺ വിവരങ്ങൾ പോലീസ് ഇപ്പോൾ ശേഖരിച്ചു വരുന്നുണ്ട്. അത്തരത്തിൽ ശാസ്ത്രീയമായ തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസ് ശ്രമിക്കുന്നത്. അതേസമയം തന്നെ ഈ മോഷ്ടാക്കൾ ഇവിടെ നിന്നും കേരളം വിട്ടു എന്നുള്ള ഒരു നിഗമനവും പോലീസിനുണ്ട്. അതുകൊണ്ട് തമിഴ്നാടും കർണാടക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം കൂടി പോലീസ് നടത്തുന്നുണ്ട്. അജിംഷ, അതായത് ഈ CCTV ദൃശ്യങ്ങളിൽ ഉള്ള വ്യക്തതക്കുറവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തുന്നത് എന്തൊക്കെയാണ് സന്തോഷ്? CCTVയിൽ 2 പേരുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. അത് ഈ വീടിൻ്റെ പിൻഭാഗത്തെ വലതുഭാഗത്തെ ഒരു മതിൽ ചാടിക്കടക്കുന്നതിൻ്റെ ചില ദൃശ്യങ്ങളാണ്. അവിടെയുള്ള അഷ്റഫിൻ്റെ വീട്ടിലെ CCTVയിൽ തന്നെയാണ് ആ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൽ ഇവരുടെ മുഖം ഒട്ടും വ്യക്തമല്ല. അതുകൊണ്ടാണ് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഈ മോഷ്ടാക്കളെ തിരിച്ചറിയാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് സമീപത്തെ CCTV ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ശാസ്ത്രീയ തെളിവുകളും അന്വേഷണ സംഘം ശേഖരിക്കുന്നത്. അജിംഷ. ശരി, സന്തോഷാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.